എൻ്റെ പേര് വിജയൻ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നാവായിക്കുളം എന്ന സ്ഥലത്തുള്ളതാണ്. ഞാൻ ഒരു കലാസ്നേഹിയായ ഒരു സാമൂഹിക പ്രവർത്തകനാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലത്ത് ഋഷികേശ് എന്നൊരു ആർട്ട് ഗാലറിയാണ്. അത് കൊല്ലം മാതൃഭൂമി ഓഫീസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. അത് കാണാനാണ്, ആ ആർട്ട് ഗാലറി കാണാൻ വേണ്ടിയാണ് ഞാൻ അത്രയും ദൂരെ എൻ്റെ നാവായിക്കുളത്ത് നിന്ന് ഇത്രയും ദൂരെ കൊല്ലത്തെത്തിയത്. അത് ഞാനിപ്പോൾ അതെല്ലാം ചിത്രങ്ങളെല്ലാം ഉണ്ട്. 100ഓളം കലാകാരന്മാരും കലാകാരികളും ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ്. അത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് 200-250 ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് ഇത് ഇവിടെ നല്ല ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് നമുക്ക് കാണാൻ എല്ലാവരും, കേരളത്തിലുള്ള എല്ലാവരും ഒന്ന് കാണണം, കണ്ട് അതിനെ ഒരു വിലയിരുത്തേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ധാരാളം പെയിൻറ്റിങ് എക്സിബിഷൻ കണ്ടിട്ടുണ്ട്, മേളകൾ കണ്ടിട്ടുണ്ട്. തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരും ഒക്കെ പോയി ഒരുപാട് മേളകൾ പങ്കെടുത്തിട്ടുണ്ട്. അത് ഞാൻ കണ്ടതിൽ വളരെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് നമ്മളെല്ലാവരും വന്ന് കാണണം, കണ്ട് അതിന് വിലയിരുത്തണം, കാണേണ്ട ഒരു സാഹചര്യമാണത്. സാധാരണ നമ്മൾ കാണുന്നത് വീട്ടുകളിൽ ചെയ്തു വെച്ചിരിക്കുന്നത് പ്രിന്റുകളും പകർപ്പുകളുമാണ്. അങ്ങനെയല്ല, ഇത് ഒറിജിനലാണ് ചെയ്യേണ്ടത്. നമ്മൾ വ്യത്യസ്തമായി അറിയേണ്ട ഒരു കാര്യമാണത്. ഒറിജിനലാണ് ചെയ്യേണ്ടത്, ഒറിജിനലിന് വിലയുള്ളൂ. അപ്പോൾ അത് ഒറിജിനൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് കേരളത്തിലെ ഉടനീളം എത്രയോ 100ഓളം ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുള്ളതാണ്. അതിനൊരു വ്യത്യസ്തതയുണ്ട്, അത് കാണണം. അത് കണ്ടാലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വന്ന് കാണുക. പ്രത്യേകിച്ചും ഈ ആർട്ട് ഗാലറി, ഗുരുപ്രസാദ് നടത്തുന്ന ആർട്ട് ഗാലറി നമുക്ക് എപ്പോഴും സ്വാഗതമാണ്. അപ്പോൾ കയറി ഇരുന്ന് നല്ലതുപോലെ കാണാം, കണ്ട് അതിനെപ്പറ്റി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു സാഹചര്യമാണ്. അതുകൊണ്ട് എല്ലാവരും കാണണം. കൂടുതലും നമ്മളെ കേരളീയർക്ക് ഇത് വലിയൊരു ഇതായിട്ട് തോന്നിട്ടില്ല. പക്ഷേ വിദേശികൾ അതിനെ നല്ല രീതിയിൽ മാറ്റിമറിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. അവരെവിടെ ചെന്നാലും ചോദിക്കുന്നത് ഒറിജിനൽ ഏതാണ്, ഒറിജിനൽ ഏതാണെന്ന് പ്രത്യേകം ചോദിക്കുന്നത്. നമ്മൾ കേരളീയർക്ക് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ നല്ല രീതിയിലുള്ള ചിത്രങ്ങൾ കണ്ട് നമ്മൾ ആസ്വദിച്ച് അതിന് വിലയിരുത്തി നമ്മുടെ ഇനി വളർന്നു വരുന്ന തലമുറകളും നല്ല രീതിയിൽ മുന്നോട്ട് വരണം. അധികവും നമ്മൾ കൊണ്ട് കാണിക്കേണ്ടത് കുട്ടികളെയാണ്. കുട്ടികളെ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും പ്രത്യേകമായി ശില്പങ്ങളായിരുന്നാലും ചിത്രങ്ങളായിരുന്നാലും പ്രത്യേക രീതിയിൽ ചെയ്തിരിക്കുന്ന അവരെ ഈ മയക്കുമരുന്നിൽ നിന്നും മറ്റ് ലഹരിയിൽ നിന്നും മാറ്റിമറിച്ച് അവർ നല്ല രീതിയിൽ ഇവർ ജീവിതത്തിൽ ഒരു ഭാവിയിലേക്ക് ഒരു കൊണ്ടുവരാൻ കഴിയും ഈ കലകളെ കാണുമ്പോൾ. അതുകൊണ്ട് നമ്മളിത് വന്ന് കാണണം, കാണാതിരിക്കരുത്. കുട്ടികളെയാണ് നമ്മൾ മുൻനിർത്തി കൊണ്ടുവരേണ്ടത്.
കേരളത്തിൽ 100ഓളം ചിത്രകാരന്മാരെ സംഘടിപ്പിച്ച് ഈ ഒരു ഇവിടെ ഒരു ആർട്ട് ഗാലറി സംഘടിപ്പിച്ച ഈ ഋഷികേശ് ആർട്ട് ഗാലറി എന്ന ആ സ്ഥാപനത്തിന് എൻ്റെ പ്രത്യേകം നന്ദി പറഞ്ഞു പോകുന്നു.